പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ വേദനയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിച്ചിരിക്കുകയാണ് SNDP പ്രവർത്തകർ. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് കാണുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് വളരെയധികം പ്രയാസമുണ്ട്. കാരണം നാം എല്ലാം വളരെയധികം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളാണ് തങ്ങന്മാരെന്നുള്ളത്. തങ്ങന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാണ്, കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. ആ കുടുംബത്തോട് നമുക്ക് വലിയ സ്നേഹവും ആദരവുമാണ്. ആ ആദരവിനാണ് ഇപ്പോൾ ഇവർ തീ കൊളുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിവിടെ നടക്കുമ്പോഴും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിലെ പ്രവർത്തകർക്കാണ്. കാരണം ഇവരുടെ അമിതമായ ആവേശങ്ങളും പ്രകടനങ്ങളുമാണ് ഇത്തരത്തിലുള്ള തങ്ങന്മാരുടെ നേതാക്കന്മാരെ ഈ ഒരു രീതിയിൽ പരസ്യമായിട്ട് തെരുവോരങ്ങളിൽ ഇങ്ങനെ ഇട്ട് പിച്ചി ചീന്തുന്നത് നമുക്ക് കാണേണ്ടി വരുന്നത്. എന്നാൽ ഇതുപോലെ ഒരു വേദന അനുഭവിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കോലം വെച്ചുകൊണ്ട് മയ്യത്ത് ചുമക്കുകയും കോലം കത്തിച്ച ഒരു സംഭവം, ആ വാർത്ത കൂടെ നമുക്കൊന്ന് കണ്ടുവരാം. ശംസുദ്ദീൻ വിജയിച്ചതോടെ AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പ്രതിഷേധം ഇരമ്പി. AP-യുടെ പ്രസ്താവനയോടെ EK സുന്നി വിഭാഗവും മുജാഹിദുകളിലെ വിവിധ വിഭാഗങ്ങളും ശംസുദ്ദീനായി പ്രവർത്തിച്ചു. വിവിധയിടങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ AP അബൂബക്കർ മുസ്ലിയാരുടെ കോലം ശവമഞ്ചത്തിലേറ്റി നടന്നു. മണ്ണാർക്കാട് ലീഗ് പരാജയപ്പെട്ടാൽ ലീഗിനത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമായിരുന്നു. മണ്ണാർക്കാട് നിന്നും ക്യാമറ പേഴ്സൺ വിപിൻ ജെയിംസിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അന്ന് ഒരുപാട് വേദനിച്ച മുസ്ലിമീങ്ങളുണ്ട്. മുസ്ലിം വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മതപണ്ഡിതൻ ഇനി സ്നേഹിക്കണ്ട, നിങ്ങൾക്ക് വിരോധമുണ്ടാകും, നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും, പക്ഷേ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്ന ഒരു ബഹുമാനം വെച്ചുകൊണ്ടെങ്കിലും നിങ്ങൾക്കവിടെ ഒരുപാട് മാന്യത കാണിക്കാമായിരുന്നു. നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രാട്ടിത്തരങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഓരോ ഇലക്ഷനിലും ജയിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെയൊക്കെ തിക്തഫലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അതൊരു പക്ഷേ മുസ്ലിം ലീഗുകാർക്ക് കേവലം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും, അതിനപ്പുറം അവർക്കൊന്നുമല്ല. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് എന്ന് സങ്കല്പിച്ചാൽ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി തങ്ങൾക്ക് ഒരു വിലയും കൊടുക്കൂല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ വല്ല നേതാക്കന്മാരെയും ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ നേതാവാകുന്ന തങ്ങളെയും ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു സീന് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ചെയ്യേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി തങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, അമിതമായിട്ട് ആവേശങ്ങളിലേക്കൊന്നും പോയി പെടല്ല, അമിതമായിട്ടുള്ള പ്രകടനങ്ങളും മതപണ്ഡിതന്മാരെ കളിയാക്കുന്ന രീതിയിലുള്ളൊന്നും പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം നിർദ്ദേശങ്ങളെല്ലാം കാറ്റി പറത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ആഘോഷിക്കാറുള്ളതും ആഹ്ലാദിക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ ഇങ്ങനെ തെരുവോരങ്ങളിലിട്ട് വലിച്ചു കീറുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.